ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂം ഇതാ ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാ അയൺ ബോക്സ് സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു അയൺ ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ സാധനങ്ങളാണ്. പിന്നെ റൂമിൻ്റെ ഉള്ളൊരു ടേബിളുണ്ട്, അതിൻ്റെ മുകളിൽ നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും പോരാത്തതിന് ഇതാ അവൻ്റെ അലമാര, ഉണ്ണിയുടെ അലമാരയാണ്, അത് ആദ്യയുടെ അലമാരയാണ്, അതും ആകെ അലങ്കോലമായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കണു. അപ്പോൾ ടൈം കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് പിന്നെ എല്ലാം മാറ്റി വെച്ചിട്ട് അതിനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ അലമാറാകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറും സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവൻ തന്നെയാണ് അത് നശിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കിതാ ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാ തുണികളും ഇതാ പുറത്തേക്ക് അങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ പഴയ തുണികളുണ്ട്, അതുപോലെ തന്നെ പുതിയ തുണികളുണ്ട്, അതുപോലെ ഇപ്പം നമ്മൾ ഡെയിലി വെയർ തുണികളിൽ ഇപ്പം നോർമലായിട്ട് ഉപയോഗിക്കുന്ന തുണികൾ അതും ഉണ്ട്. അപ്പോൾ എല്ലാതും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെറ്റാക്കി വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മടക്കി വെക്കാറും. പിന്നെ അത് അവനെടുക്കുമ്പോഴും അതെ, അത് എടുക്കുമ്പോൾ അങ്ങോട്ട് ഒന്നെടുക്കുമ്പോൾ എല്ലാ തുണികളും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വീഴും. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഇരിക്കണത് കേട്ടോ. പിന്നെ ഈ ഒരു അലമാര എന്ന് പറയുന്നത് അവൻ്റെ 28ൻ്റെ ടൈമിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്തുള്ളതൊന്നുമല്ല, കുറച്ചായിട്ടുണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് പിന്നെ കുഞ്ഞു തുണികളല്ലേ, ഇപ്പോൾ പിന്നെ ഡ്രസ്സുകൾ വലിപ്പം കൂടുകയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുതലല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അലമാര ഉള്ളിൽ വെക്കാനും അത്ര സ്പേസ് ഇല്ല. അപ്പോൾ പിന്നെ അതിങ്ങനെ കുത്തി തിരികിയിട്ടാണ് തുണികളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാകെ ഇങ്ങോട്ട് അലങ്കോലായിട്ട് വൃത്തികേടായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കതെല്ലാം കൂടി ഓരോന്നായിട്ട് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇപ്പോൾ ഇടാനുള്ളതും അതുപോലെ തന്നെ പുതിയ ഡ്രസ്സുകളും അതേപോലെ തന്നെ ഡെയിലി വീട്ടിൽ നിൽക്കുമ്പോൾ ഇടണതും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ട്രൗസേഴ്സും പാൻസൊക്കെ ഒരുമിച്ച് വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ തുണികളെല്ലാം കൂടി ഞാനിതാ കട്ടിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതാ ഓരോന്നായിട്ട് മടക്കി വെക്കാം കേട്ടോ. ഇനി ഇതാ ഓരോരോ തുണികളായിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ്. അതിനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പണിക്കും നമ്മളതിനെ വിളിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടക്കില്ല, ഇതും നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഇതിനായിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആദ്യത്തെ ടർക്കിയാണ് കേട്ടോ. അതായത് ആദ്യം ഞാൻ പ്രസവിച്ചപ്പോൾ ഈ ടർക്കിയിൽ പൊതിഞ്ഞിട്ടാണ് അവനെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഓർമ്മയാണല്ലോ നമുക്ക്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അവൻ്റെ കുറച്ച് ഫോട്ടോസാണ്, ഞാനും അവനും കൂടിയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അതൊരു ഭയങ്കര മെമ്മറിയാണ് നമുക്ക്. അപ്പോൾ അതൊക്കെ ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ അലമാരയുടെ ഉള്ളിൽ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ തിരഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് തോന്നുന്നു കാണാഞ്ഞത്. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഞാനിതാ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ ഫോട്ടോസൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാകുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ വേറെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ആ സാധനം മിസ്സാവും, കാണില്ല നമുക്ക്. വേറെ ഒന്നുമല്ല, നമുക്ക് ഓർമ്മ ഇല്ലാണ്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അടിയിലും കുറച്ച് അവൻ്റെ റെയിൻ കോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ റെയിൻ കോട്ട് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതൊക്കെ നാശമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുതിയത് വാങ്ങിക്കണം. സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേനും നമുക്ക് റെയിൻ കോട്ടൊക്കെ ഒന്ന് പുതിയത് വാങ്ങിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇവിടെ നല്ല പൊടിയുണ്ട്, അപ്പോൾ AC ഒക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാറാലയും കാര്യങ്ങളും നല്ലോണം ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മറ്റേ മാറാല ചൂലില്ലേ, അതെടുത്തിട്ട് ഇതാ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ AC ഒന്ന് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ കുറേ നോക്കിയിട്ടാ, അപ്പോൾ പിന്നെ അത് പറ്റണില്ല. അപ്പോൾ പിന്നെ വല്ലാണ്ട് അതിന് മുകളിൽ ഞാൻ മെനക്കിട്ടില്ല. ഇനിയിപ്പോൾ അച്ഛനായിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛനെ കൊണ്ട് ക്ലീൻ ആക്കിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിതാ ഒരു ടവലെടുത്തിട്ട് അവിടുത്തെ പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നല്ല പൊടിയുണ്ട് കേട്ടോ, അത്യാവശ്യത്തിന് തന്നെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഇതാ ഞാൻ കയറുന്ന കണ്ടിട്ട് അവനും ജനലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഫാനും കൂടി ഒന്ന് തുടയ്ക്കുന്നുണ്ട്. ഫാനിൻ്റെ മുകളിൽ നല്ല പൊടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ മാറാലച്ചോല് വെച്ചിട്ട് തന്നെ തുടയ്ക്കാൻ പറ്റും കേട്ടോ. അതിനും കൂടിയാണ് ഈ മാറാലച്ചോല് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. ഇതുകൊണ്ട് നന്നായിട്ട് പൊടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടവലും കൂടി എടുത്തിട്ട് അതുകൊണ്ടും കൂടി ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല രീതിക്ക് പൊടി കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒന്നും എപ്പോഴൊന്നും ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. നമുക്ക് കുറേ ടൈമും വേണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല കേട്ടോ.
നമ്മൾ ഈ കർക്കിടക 1-ാം തീയതി വരണേക്കാൾ മുന്നേ ഒരു ക്ലീനിങ് ഉണ്ട്. ആ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ക്ലീനിങ്. അപ്പം നമ്മൾ നന്നായിട്ട് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ടേബിളൊക്കെ തുടച്ചു. അതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഇത് അവിടെയും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അയൺ ബോക്സൊക്കെ വെക്കുന്ന അയൺ ചെയ്യുന്ന ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ല പൊടിയും അതേപോലെ തന്നെ പൊടിയല്ല കേട്ടോ, പൊടി അങ്ങനെ ഉണ്ടായിരുന്നില്ല, സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എവിടെ സ്പേസ് കണ്ടാലും അവിടെ സാധനങ്ങൾ നിറയ്ക്കുക എന്നാണ് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പൊതുവേ ഉള്ളൊരു സ്വഭാവമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിലുള്ള വിൻഡോയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലും അത്യാവശ്യത്തിന് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൊടിയുണ്ട്, കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പാടാണല്ലോ. അപ്പം തന്നെ അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ നല്ല പൊടി പിടിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാറാവും, നല്ല രീതിക്ക് പൊടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാ ഫ്രണ്ടിലുള്ള വിൻഡോയും കൂടി ഞാൻ ഇതാ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്കിതാ അടിച്ചു വരാൻ നോക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ മാറാലടിക്കലും അതുപോലെ പൊടി തട്ടലൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ അടിച്ചു വരാൻ വേണ്ടു. അത് കഴിഞ്ഞ് തുടക്കലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ് പരിപാടി ഇവിടെ ഉണ്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ റൂം മാത്രമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ളൂ, ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചൊരു തുടച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഞാൻ ഓരോ റൂമായിട്ട് ഇനി ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി കുറേ ടൈം വേണമല്ലോ, നമുക്ക് ടൈം ഒരുപാട് വേണം ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചു വരുമ്പോൾ നല്ല രീതിക്ക് പൊടിയുണ്ട്, കാരണം നമ്മൾ ഈ മാറാലയും അതുപോലെ തന്നെ പൊടിയൊക്കെ കൂടി തട്ടിയപ്പോൾ നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കേണ്ടേ. ബെഡ്ഷീറ്റ് 2 ദിവസം മുന്നേ മാറ്റിയതാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ബെഡ്ഷീറ്റ് വിരിക്കുന്നില്ല. ആ ബെഡ്ഷീറ്റ് തന്നെ ഒന്ന് കുടഞ്ഞ് വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട്, കാരണം പൊടിയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല രീതിക്കൊന്ന് കുടഞ്ഞ് വിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടയ്ക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ വേഗം തന്നെ തുടച്ചു. അപ്പോൾ ഈ റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ സമയം കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആക്കി പണികളൊക്കെ ഒന്ന് സ്പീഡാക്കിയിട്ടാണ്. അങ്ങനെ നമ്മുടെ തുടയ്ക്കലും കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ് മൊത്തത്തിലൊന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റൂമിൻ്റെ ഫൈനൽ ലുക്ക് കാണേ. ആദ്യം ഞാൻ കാണിച്ചതും ഇപ്പോൾ കാണിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.